നിർമ്മാതാവ് RB ചൗധരിയുടെ മൃതശരീരം കാണാൻ വേണ്ടിയിട്ട് വിജയ് എത്തിയപ്പോൾ ഇന്റർനാഷണൽ മീഡിയ, നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ ഞെട്ടിപ്പോയി. കാരണം വിജയ് ഇലക്ഷനിൽ ജയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ 118 എന്ന മാന്ത്രിക സംഖ്യ ഉണ്ടാക്കി നിൽക്കാൻ വേണ്ടിയിരുന്ന അവസ്ഥയിൽ പല MLA-മാരെയും വിളിച്ച് കൂടെ ചേർക്കണം, അങ്ങനെയുള്ള പല ആവശ്യങ്ങളും നിൽക്കുന്ന അവസ്ഥയിലാണ് വിജയ് ആ സമയം മാറ്റിവെച്ചുകൊണ്ട് RB ചൗധരിയെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ആ ഒരു നിർണായകമായ സമയം മാറ്റിവെച്ച് ഒരു നിർമ്മാതാവിൻ്റെ മൃതശരീരം കാണാൻ പോകണമെങ്കിൽ അത്രമാത്രം ബന്ധം ആ നിർമ്മാതാവും നടനും തമ്മിൽ ഉണ്ടായിരിക്കണം. സ്വാഭാവികമാണല്ലോ. അത് തന്നെയാണ് നമുക്കും സംസാരിക്കാനുള്ളത്. RB ചൗധരിയും വിജയും തമ്മിലുള്ള ബന്ധം എന്താണ്? RB ചൗധരിയുടെ മകനാണ് നടൻ ജീവ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്. എൻ്റെ എൽഡർ ബ്രദർ ഫ്രം അനദർ മദർ, അതാണ് എനിക്ക് വിജയ് അണ്ണൻ എന്നുള്ളതായിരുന്നു. വിജയ് ഇത്തവണ TVKയിൽ വേണ്ടി മത്സരിക്കാൻ വേണ്ടി എത്തി. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം 108 സീറ്റുകൾ നേടിയതിനു ശേഷം ജീവ തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ സന്തോഷ കണ്ണീരാൽ ഇട്ടൊരു വീഡിയോ വളരെയധികം വൈറലായി മാറിയിരുന്നു. അങ്ങനെ ഒരു ഓപ്പൺ സപ്പോർട്ട് ഒരു താരത്തിന് വേണ്ടി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. കമൽഹാസനും രജനീകാന്തും ഉൾപ്പെടെ എക്സിൽ പോസ്റ്റ് ചെയ്തതല്ലാതെ ഇങ്ങനൊരു വീഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുക എന്ന് പറയുന്നതും എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും കൂടി ഓർക്കുക. അതിനിടയിലാണ് RB ചൗധരിയുടെ മൃതശരീരം കാണാൻ വേണ്ടിയിട്ട് വിജയ് എത്തുന്നത്. വിജയ് അവിടെ എത്തിയപാടെ അതുവരെ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ടിരുന്ന ജീവ പെട്ടെന്ന് പൊട്ടി കരയുകയായിരുന്നു. വിജയ് ജീവയെ കെട്ടിപ്പിടിക്കുകയും ഇരുവരും ചേർന്ന് കരയുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന വിജയെ വിജയാക്കി മാറ്റിയത് ഒരുപക്ഷെ RB ചൗധരിയാണെന്ന് പറയേണ്ടി വരും. പൂവേ ഉനക്കാക്, ലവ് ടുഡേ, ഷാജഹാൻ പോലുള്ള ആദ്യത്തെ 3 നിർണായകമായ സിനിമകൾ വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മളെപ്പോഴും വിജയെ പറയാറുള്ളത് 2004 റിലീസ് ചെയ്ത ഗില്ലിയെ കുറിച്ചാണ്. പക്ഷേ ഗില്ലിക്ക് മുന്നേ ഒരു ഫൗണ്ടേഷൻ വിജയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നിർമ്മാതാവാണ് RB ചൗധരി. അതുകൊണ്ടാണ് ഈ 3 പടങ്ങൾ പറഞ്ഞത്. വിജയ് കോർ ഫാൻസിനും ആരാധകർക്കും മനസ്സിലാവും. പൂവേ ഉനക്കാകയും ലവ് ടുഡേയും ഷാജഹാനും എത്രമാത്രം ഇമ്പാക്റ്റാണ് വിജയ് എന്ന നടൻ്റെ കരിയറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിനുശേഷമാണ് 2005 തിരുപ്പാച്ചി എന്ന് പറയുന്ന പടം റിലീസ് ചെയ്തത്. ഗില്ലിക്ക് ശേഷം തിരുപ്പാച്ചി വരുമ്പോഴേക്കും ഫാൻസിൻ്റെ അത്രമാത്രം കോർ കണ്ടന്റും കൂടി, അല്ലെങ്കിൽ കോർ ഫാൻസ് കൂടുന്നൊരു സമയം കൂടിയായിരുന്നു തിരുപ്പാച്ചി എന്ന് പറയുന്നത്. അങ്ങനെ RB ചൗധരി എന്ന നിർമ്മാതാവ് വിജയുടെ സിനിമാ ജീവിതത്തിൽ വഹിച്ച പങ്ക് ചെറുതുമല്ല. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് നൻപനാണ്. 2012 ഇറങ്ങിയ നൻപൻ പറയാൻ കാരണം ജീവയും വിജയും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വിജയ് തന്നെ മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഏറ്റവും ഒടുവിൽ തന്നെ ഒരു ഫിലിമിൻ്റെ സെറ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ലിയോൻ്റെ സെറ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ നൻപനിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയതും നൻപൻ എനിക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ജീവ ആ പടത്തിൽ ഉള്ളത് കൊണ്ടാണ്. കാരണം ജീവയും വിജയും തമ്മിൽ അത്ര വലിയൊരു ബോണ്ടാണുള്ളത്. സാധാരണയായി തമിഴ് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട നായകന്മാർ ക്യാമറ ഫ്ലാഷസിന് മുന്നിൽ മാത്രമായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തരത്തിലുമുള്ള ഈഗോ ഇല്ലാതെ 2 പ്രധാനപ്പെട്ട സ്റ്റാർസ് വന്നു നിൽക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ജീവയുടെ വളർച്ചയിൽ വിജയ്ക്ക് വലിയ പങ്ക് കൂടിയുണ്ട്. കാരണം ജീവ വലിയ സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ കരിയർ മുന്നോട്ട് പോകുന്ന സമയത്ത് പല നിർമ്മാതാക്കൾക്കും വേണ്ടി ജീവയ്ക്ക് സിനിമകൾ പിച്ച് ചെയ്ത് കൊടുത്തൊരു നടനും കൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. ജില്ല എന്ന് പറയുന്ന സിനിമ എടുക്കാം. ജില്ല നിർമ്മിച്ചതും RB ചൗധരിയാണ്. അതാണ് RB ചൗധരിയും വിജയും കൂടി ഒരുമിച്ച് ചെയ്തിരിക്കുന്ന അവസാനത്തെ സിനിമ എന്ന് പറയുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ RB ചൗധരി ചെയ്ത സിനിമ, വിജയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ സിനിമ. ആ സിനിമയിൽ ഒരു പാട്ടിലെ ക്യാമിയോ വേഷത്തിലും കൂടി ജീവ എത്തുന്നുണ്ട്. അതും വളരെയധികം വൈറലായിരുന്നു. അങ്ങനെ ഈ ജീവ വിജയ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ ആ ബന്ധം, RB ചൗധരിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വലിയ ഒരു ബന്ധവും കൂടിയാണ്. SA ചന്ദ്രശേഖർ, വിജയും RB ചൗധരിയും ജീവയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഒരുമിച്ചുള്ള ബന്ധങ്ങളൊക്കെ ഭയങ്കരമായി ടോക്ഡ് അബൌട്ട് ആയിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നതായിരുന്നു. പക്ഷേ വിജയ് നിലവിൽ പൊക്കോണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത്രമാത്രം ക്രൂഷ്യലാണ്. കാരണം ഓരോ MLA-മാരെയും വിളിക്കുക, കൂടെ നിർത്തുക, ചേർക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ 108 സീറ്റുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. 5 സീറ്റുമായിട്ട് കോൺഗ്രസ് ഉണ്ട്, CPI CPM കൂടെ ചേർന്ന് അങ്ങനൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിൽ പലരെയും വിളിച്ച് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയേണ്ട ഘട്ടത്തിലാണ് RB ചൗധരിയുടെ മരണം സംഭവിക്കുന്നത്. RB ചൗധരിയുടെ മരണം സംഭവിച്ച പാടെ വിജയ് അങ്ങോട്ടേക്ക് എത്തുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അത് വിജയ് എത്തിയത് കൊണ്ടല്ല, വിജയ് പോകുന്ന സാഹചര്യം അതുപോലെയായിരുന്നു. അത്രയും ക്രൂഷ്യൽ സാഹചര്യത്തിലൂടെയാണ് വിജയ് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ സാഹചര്യം എന്ന് വിളിക്കാം. ആ സമയത്ത് കൂടിയാണ് വിജയ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ വിജയ് ഷാട്ടർ ആവാതെ ജീവയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാവണം ആ സമയത്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് വിജയ് അവിടെ എത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വിജയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അതാണ്. ഇതിൽ നിന്നും ഓവർബോർഡ് ആവാതെ സാധാരണക്കാരായ മക്കൾക്ക് വേണ്ടി കൂടെ നിൽക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് ജീവയെ കാണാൻ വേണ്ടിയിട്ട് വിജയ് ഓടിയെത്തിയത് എന്നതും കൂടി പറയേണ്ടി വരും. കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ്. കണ്ണീരോടെ അല്ലാതെ ആർക്കും ആ വീഡിയോ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു വിജയ് ആരാധകനോ അല്ലെങ്കിൽ ജീവ ആരാധകനോ ആണെങ്കിൽ തന്നെ
ആർ.ബി. ചൗധരി എന്ന നിർമ്മാതാവ് എത്രയോ സിനിമകൾ, മൈൽ സ്റ്റോൺ സിനിമകൾ തമിഴ് സിനിമയ്ക്ക് വേണ്ടി നൽകിയ നിർമ്മാതാവും കൂടിയാണ്. ആ ഒരു നിർമ്മാതാവിൻ്റെ മരണം തമിഴ് ഇൻഡസ്ട്രിയെ തന്നെയാണ് വല്ലാതെ ബാധിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസും ആർ.ബി. ചൗധരിയും ഒക്കെ നിലവിൽ എല്ലാ തവണയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല, പക്ഷേ അവർക്കൊരു വലിയ ലെഗസി ഉണ്ട്. ആ നിർമ്മാതാവിനൊരു വലിയ ലെഗസി ഉണ്ട്. ആർ.ബി. ചൗധരിയുടെ അടുത്ത് സിനിമ സംസാരിക്കാനോ കഥ പറയാൻ പോകുന്ന ഒരാളും നിരാശയോടെ മടങ്ങി പോകാറില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആർ.ബി. ചൗധരിയെ ഒന്ന് ഇംപ്രസ് ചെയ്യുക. അത് ഇംപ്രസ് ചെയ്യാൻ വലിയ പാടുമില്ല. ആർ.ബി. ചൗധരി വളരെ കൈൻഡ് ഹാർട്ടഡായിട്ടുള്ള മനുഷ്യനാണ്. സിനിമാ മേഖലയിൽ തന്നെ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവരോടും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണ്. വലിയ താരങ്ങളെന്നോ ചെറിയ താരങ്ങളെന്നോ പുതുമുഖങ്ങളെന്നോ എന്നൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും വേണ്ടി കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ആർ.ബി. ചൗധരി. ആ നിർമ്മാതാവിൻ്റെ മരണം അത്രമാത്രം ഇമ്പാക്റ്റ് തമിഴ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് വിജയുടെ വരവും. പഴയ ഫോട്ടോയൊക്കെ ഉണ്ട്, വിജയും ആർ.ബി. ചൗധരിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ. വിജയ് അന്ന് ചെറിയൊരു പയ്യനാണ്. അവിടെ നിന്നുകൊണ്ട് ഈ നിർമ്മാതാവിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ വിജയ് എന്ന നടൻ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റുമുണ്ട്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകൾ അതുണ്ടാക്കിയെടുത്തൊരു മാസ് ഇമ്പാക്റ്റ്, ഇതെല്ലാം കൂടിയാണ് കണക്കിലെടുക്കുന്നത്. അതിനിടയിലാണ് വിജയും ജീവയും തമ്മിലുള്ള സൗഹൃദ ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വീഡിയോയും കൂടി പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.